ഹലോ, ഞാൻ റിജോസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് The.person CCT മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. ദയവായി ചെക്ക് ചെയ്ത് നോക്കണം. ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഒരിക്കൽ കൂടി പറയും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ജനറൽ സയൻസ് ബയോളജി. അതിൽ ബയോളജി നമ്മൾ തുടങ്ങിയിരുന്നു ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ നമ്മൾ ഇനി മുതൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ടോപ്പിക്സ് നമ്മൾ പറയുന്നില്ല, കാരണം നമുക്ക് ടൈം ഒരുപാട് നഷ്ടപ്പെട്ടു പോകുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ടോപ്പിക്സ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതല്ല. എന്നുവെച്ചാൽ നമുക്ക് 1 മിനിറ്റിനായാലും വിലയുണ്ട്, അങ്ങനത്തെ ഒരു അവസ്ഥയെന്ന് പറയാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ വീഡിയോസൊക്കെ ദയവേത് കണ്ടു നോക്കുക. ഒപ്പം നമ്മൾ എക്സ്പ്ലനേഷൻ മൊത്തത്തിൽ എക്സ്പ്ലനേഷൻ കുറവാണെന്ന് തന്നെ പറയാം. കുറവെന്നല്ല, എക്സ്പ്ലനേഷൻ ഇല്ല. അപ്പം ഒരു പ്രാവശ്യമൊക്കെയാണ് നമ്മളിപ്പോൾ ഈ ടോപ്പിക്സുകളെല്ലാം വായിക്കുന്നത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ടോപ്പിക്സും നമുക്കിനി പറയാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. നമ്മൾ ആദ്യം തന്നെ പറയാണ്, ഞാനിപ്പോൾ അത് നേരത്തെ തന്നെ ചെയ്യായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കുറേ ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റിയേനെ. ഇല്ലാതെ നമുക്ക് വേറെ മാർഗ്ഗമില്ല. അപ്പം അതൊക്കെ ഒന്ന് ദയവേത് മനസ്സിലാക്കാം. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജനറൽ സയൻസിൽ ബയോളജി. മോഡേൺ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ പുതിയ ടോപ്പിക് ഇനി പറയാനുള്ളത് ഈ വീഡിയോയില് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻസ്. അപ്പൊ നമുക്ക് പറയാം ക്ലാസിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻസ് ഇറ്റ് വാസ് കാർലോസ് ബ്രാക്കറ്റില് കാർൽ ലീനിയസ് ഹു ക്ലാസിഫൈഡ് ഹ്യൂമൻസ് ആസ് ആനിമൽസ്. അക്കോർഡിംഗ് ടു ഹിം, humans along with the monkeys and apes belonged to the taxonomic order. സോറി, നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി പോകുന്നുണ്ട്. നമുക്ക് ഒരിക്കൽ കൂടി പറയാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻസ്. ഇറ്റ് വാസ് കാർലോലസ് ബ്രാക്കറ്റിൽ കാർൽ ലീനസ് ഹു ക്ലാസിഫൈഡ് ഹ്യൂമൻസ് ആസ് ആനിമൽസ്. അക്കോർഡിംഗ് ടു ഹിം, humans along with the monkeys and apes belong to the taxonomic order Anthropomorpha, which he later renamed primates. Linnaeus also recognized all humans as belonging to a common genus bracketly Homo and species bracketly Sapiens. In later editions of his book Systema Naturae, Linnaeus divided humans into 4 main subspecies: Homo sapiens americanus bracketly Americans, Homo sapiens europaeus bracketly Europeans, Homo sapiens asiaticus bracketly Asians, and Homo sapiens for bracketly Africans. He, however, did not provide any systematic method for determining these divisions. Besides, he identified 2 other subspecies: Homo sapiens monstrosus bracketly people with deformities, mythological giants, and Hottentots of southern Africa bracketly, and Homo sapiens ferox bracketly wild children found appended in forest. Interestingly, this taxonomic divisions in certain aspects later resembled racial characterization, as he identified the Asian subspecies as melancholy, stiff and greedy, while describing their European counterparts
as gentle, optimistic and inventive. Therefore, it may be analyzed that Linnaeus classification of humans was not based on scientific evidence and reflected his own European social prejudices. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ആകെ ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എന്നാലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ ആശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്ക് പറയാം. ഇതില് എന്താ പറയാ, നമുക്ക് ടൈമില്ല, എന്നാലും നമ്മൾ പറയണ നല്ല കുറച്ച് ടഫായിട്ടുള്ള വേർഡ്സ് വന്നിട്ടുണ്ട് ഇതില്. ഇത്രയും കൂടി ബ്ലാക്ക് കളറിൽ കൊടുത്തേക്കണതാണ് ആ വേർഡ്സ്. അല്ലാതെയും വരുന്നുണ്ട് വേർഡ്സുകൾ. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോവുക. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇനി പറയാനുള്ളത് യു ബാക്ടീരിയ ആൻഡ് ആർക്കിയ. യു ബാക്ടീരിയ ഓർ ട്രൂ ബാക്ടീരിയ ആൻഡ് ആർക്കിയ ബ്രാക്കറ്റിൽ ഓർ ആർക്കേ ബാക്ടീരിയ are two major groups differing mainly in basic genetic constitution and structure of some of their cellular components. Most bacteria are harmless or even beneficial, but some may cause diseases. They produce many of the antibiotics used in medicine. Escherichia coli, a common intestinal organism used in genetic engineering, is a eubacterium. Archaea or archaea bacteria are a group of one-celled organisms, many of which do not require oxygen or sunlight to live. Prior to their discovery, scientists divided all living organisms into prokaryotes, ബ്രാക്കറ്റിൽ those lacking cellular nucleus, ബ്രാക്കറ്റിൽ comprising primarily bacteria and eukaryotes, ബ്രാക്കറ്റിൽ organisms with a cellular nucleus, ബ്രാക്കറ്റ് ക്ലോസ്, like fungi, plants and animals. Initially, archaea were grouped with bacteria as they too lacked a well-defined nucleus. Spirochete bacteria included within the kingdom prokaryote are single-celled organism lacking a well-defined internal cellular organization. The bacterium ബ്രാക്കറ്റിലെ leptospirilla ബ്രാക്കറ്റിലെ Icterohemorrhagia exhibits the spirochete or spiral structure characteristics of many of the 1,600 species of bacteria. ഈ ബാക്ടീരിയ ആൻഡ് ആർക്കറിയയിൽ ഒന്ന് രണ്ട് കാര്യം എനിക്ക് പറയാനുണ്ട്. ഒന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ. ഞാൻ എടുത്തു പറയാണ്, ദയവേത് നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. നമുക്കത് എത്ര ശ്രമിച്ചിട്ട് പറയാൻ പറ്റുന്നില്ല. ഈ വേർഡ്സ് നിങ്ങൾക്കത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും തെറ്റ് വന്നിട്ടുണ്ട്. കാരണം നമ്മൾക്ക് വളരെ ടഫ് വേർഡ്സ് ആണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വരുന്നതെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നത്. പിന്നെ നമ്മുടെ ക്യാമറ ക്ലാരിറ്റി ചില ഭാഗത്ത് എന്താ പറയാ ഇല്ലാതാവുന്നൊരവസ്ഥയുണ്ട്. അതൊക്കെ ദയവേത് ക്ഷമിക്കുക. ഞാനിതിപ്പോ നമ്മള് ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം നമുക്ക് കുറച്ച് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തന്നെ പറയാം, കുറച്ച് ഇമ്പോർട്ടൻസ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. അത് ആ സ്പോട്ടിൽ തന്നെ നമ്മൾ പറഞ്ഞു പോകുന്നതായിരിക്കും എപ്പോഴും നല്ല. അതുകൊണ്ടാണ് നമ്മളിപ്പൊ തന്നെ അങ്ങോട്ട് പറഞ്ഞു പോകുന്നത്. പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം എക്സ്പ്ലെയിനും ചെയ്യുന്നുള്ളൂ എന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. ഇതിലെ ഈ വേർഡ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോവുക.
കണ്ട വളരെ കുറച്ച് പ്രത്യേകമുള്ള വേർഡ്സുകളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി. അത് വായിക്കുന്നില്ല, കാരണം അവിടെ എന്താ പറയാ, നമ്മൾ വായിക്കുമ്പോൾ അങ്ങോട്ട് കറക്റ്റ് ആവാത്തൊരു സിറ്റുവേഷനാണ്. എന്തായാലും നല്ലൊരു പാരഗ്രാഫ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. കണ്ടില്ലേ, ലാസ്റ്റ് സെന്റൻസ് ഒക്കെ നിങ്ങൾക്ക് വായിച്ചറിയാൻ പറ്റും. ദ ബാക്ടീരിയ മുതൽ അവിടെ നിന്ന് അങ്ങോട്ട്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എന്തായാലും ടഫ് വേർഡ്സ് തന്നെയാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇനി നമുക്ക് പറയാനുള്ളത്, ഇത് മൊത്തം പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ബുക്കിന്റെ സൈഡ് ഭാഗത്തൊക്കെ ഇതുപോലെ പാരഗ്രാഫ് ഉണ്ട്. ഇത് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആന്റിബയോട്ടിക്സ് ആണ് ഇനി പറയുന്നത്. ആന്റിബയോട്ടിക്സ് ബ്രാക്കറ്റില് ഗ്രീക്ക് ആന്റി എഗനിസ്റ്റ് ബയോസ് ലൈഫ് ബ്രാക്കറ്റില് ആർ കെമിക്കൽ കോമ്പൗണ്ട്സ് യൂസ്ഡ് ടു കിൽ ഓർ ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ഇൻഫെക്ഷ്യസ് ഓർഗാനിസംസ്. Antibiotics refers to antibacterials, but as the term is loosely defined, these compounds are preferably specified as being antimalarials, antivirals, or antiprotozoals. All antibiotics share the property of selective toxicity, more toxic to an invading organism than they are to an animal or human host. Penicillin is the most well-known antibiotic and has been used to fight diseases. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി പറയാം. ആന്റിബയോട്ടിക്സ് ഞാൻ പ്രത്യേകമായിട്ട് വായിക്കാണ്. ആന്റിബയോട്ടിക്സ് ബ്രാക്കറ്റിൽ ഗ്രീക്ക് ആന്റി എഗനിസ്റ്റ് ബയോസ് ലൈഫ് ബ്രാക്കറ്റിൽ ആർ കെമിക്കൽ കോമ്പൗണ്ട്സ് യൂസ്ഡ് ടു കിൽ ഓർ inhibit the growth of infectious organisms. Antibiotic refers to antibacterials, but as the term is loosely defined, these compounds are preferably specified as being antimalarials, antivirals, or antiprotozoals. All antibiotics share the property of selective toxicity or toxic to an invading organism than they are to an animal or human host. Penicillin is the most well-known antibiotic and has been used to fight diseases. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം 2 പ്രാവശ്യം വായിച്ചെന്നുള്ളൂ. നമുക്ക് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. ആന്റിബയോട്ടിക്സ് അത്ര പ്രാധാന്യം നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇതിനേക്കാളും കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഇനി അടുത്തത് നോക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് അതർ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് പറയാനുള്ളത്. അപ്പം അതിന് മുന്നായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണം. ഇതിൽ ഭയങ്കര ടഫായിട്ടുള്ള വേർഡ്സ് വരുന്നുണ്ട് നമ്മളിപ്പോൾ വായിച്ചു നോക്കിയപ്പോൾ. അപ്പോൾ അത് തെറ്റ് വരാൻ സാധ്യതയുണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ ക്ഷമ ചോദിക്കാണ്. ദയവേത് ക്ഷമിക്കാം, അല്ലെങ്കിൽ ശരിയാവില്ല നമ്മൾ പറഞ്ഞു പോയില്ലെങ്കിൽ. കാരണം ഇതിലെ വേർഡ്സ് എങ്ങനെ പോയാലും ടഫാന്ന് തന്നെ പറയാം. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എന്താ പറയാ വേർഡ്സും കാര്യമൊക്കെയാണ് വരുന്നത്. നമുക്ക് പറയാം അതർ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ്. ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ usually designed for practical purpose with an emphasis on convenience and simplicity. This category is based on one or a few easily observed characteristics. ഇനി നമ്മൾ ഇപ്പം ഈ കാണുന്നതാണ് വായിക്കുന്നത്. ഫൈലം സിൻഡാരിയ പ്ലാറ്റിഹെൽമിൻതസ്, നിമാറ്റോഡ, മുൾക്ക, അനിലിഡ, ആന്ത്രോപോഡ, എക്നി, നോഡർ, മാറ്റ, കോർഡാറ്റ. ലാസ്റ്റ് 18 അതർ ഫൈല. 18 other phyla ബ്രാക്കറ്റിൽ animals which possessed to notochord at some time in their life history. അടുത്തത് സബ് ഫൈലം.
വെർട്ടിബ്രേറ്റ. പിന്നെ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് 3 ക്ലാസ്സസ്. കോൺട്രിക് തൈസ് ബ്രാക്കറ്റില് കാർട്ടിലാജിനിയസ് ഫിഷ്. ഓസ്റ്റൈ തൈസ് ബ്രാക്കറ്റില് ബോണി ഫിഷ്. ആംഫിബിയ ആംഫിബിയൻസ്. റിപ്റ്റിലിയ റിപ്റ്റൈൽസ്. ബേർഡ്സ് മംലിയ. ലാസ്റ്റ് മമ്മൽസ് വാം ബ്ലഡഡ് ഹെയറി ഫീഡ് ദയർ യങ് ഓൺ മിൽക്ക് ബ്രാക്കറ്റില്. ഓർഡർ ആംഫിബിയ ബ്രാക്കറ്റില് ആംഫിബിയൻസ് 3 ഓർഡേഴ്സ്. റിപ്റ്റിലിയ റിപ്റ്റൈൽസ് 4 ഓർഡേഴ്സ്. ബ്രാക്കറ്റില് ബേർഡ്സ് 27 ഓർഡേഴ്സ്. മാംലിയ 18 അതർ ഓർഡേഴ്സ്. പിന്നെ പ്രിമൈറ്റ്സ് ബ്രാക്കറ്റില് മോസ്റ്റ്ലി 3 ഡോളേഴ്സ് ഗ്രാസ്പിംഗ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വിത്ത് 5 ഡിജിറ്റ്സ്. അടുത്ത ഫാമിലി ബ്രാക്കറ്റിൽ ഓൾ ഫാമിലി നെയിംസ് എൻഡ് ഇൻ ഐഡൈ. ഹോമിനിഡൈ ബ്രാക്കറ്റിൽ ഹോമിനിഡസ് ബ്രാക്കറ്റിൽ ഹോമിനിഡൈസ്. ഹ്യൂമൻ ലൈക്ക് ആപ്സ് ബ്രാക്കറ്റില്. പിന്നെ ജീനസ് ഹോമോ. സ്പീസീസ് ഹോമോ ഹാബിലിസ് ബ്രാക്കറ്റിലെ എക്സ്റ്റിങ്ക്റ്റ്. ഇറക്റ്റസ് ബ്രാക്കറ്റിലെ എക്സ്റ്റിങ്ക്റ്റ് ഹാഡ് ഇറക്റ്റ് പോസ്റ്റേഴ്സ്. സാപ്പിയൻസ് ബ്രാക്കറ്റിലെ ഹൈലി ഡെവലപ്ഡ് ബ്രെയിൻ ബ്രാക്കറ്റിലെ ഹൈലി ഡെവലപ്ഡ് ബ്രെയിൻ. സ്പേഴ്സ് ബോഡി ഹെയർ. ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്നത്. ഫൈലം, സബ് ഫൈലം, ക്ലാസസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീസീസ്. ഫിഗർ 1.1 എക്സാമ്പിൾ ഓഫ് ഹയറാർക്കി ഓഫ് ടാക്സോണമിക് ഗ്രൂപ്പ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ മനസ്സിലാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ചില നല്ല ടഫായിട്ടുള്ള വേർഡ്സ് ആണ് വരുന്നത്. അതൊക്കെ ശ്രദ്ധിക്കുക എന്തെങ്കിലും. ഇപ്പൊ സബ് ഫൈലം കഴിഞ്ഞിട്ട് ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് 3 ക്ലാസ്സസ് വെർട്ടിബ്രേറ്റ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറെ വേർഡ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ലാസ്റ്റ് വന്നതും അതിനെ ഫസ്റ്റ് തുടക്കം വെക്കാം. ഇത്രയുള്ള നമുക്ക് പറയാനുള്ളത്. ഇതൊക്കെ ഒരുപാട് വട്ടം പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഉപേക്ഷിക്കാണ്, ടൈമില്ലാത്തതുകൊണ്ട്. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത്, അടുത്ത ടോപ്പിക് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ ആണ് പറയാനുള്ളത്. നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ ഇറ്റ് കൺസിഡേഴ്സ് മോർ എവിഡൻസ് ദാൻ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ, including internal as well as external features, and tries to use natural relationships between organisms. Phylogenetic classification. അടുത്തത് phylogenetic classification based on evolutionary relationships. This system proposes that organisms belonging to the same groups have common ancestors. The phylogeny bracket evolutionary history bracket of a group can be shown by means of a family tree. Cladistics, a form of phylogenetic classification, is the most popular method for the classification of organisms. Phenetic classification last അല്ല, അതിന് മുന്നുള്ളതാണ്. Phenetic classification. If there is a little or no fossil evidence, it can be difficult and even controversial to establish evolutionary relationships. Phenetic classification therefore relies solely on observable characteristics, all of which are considered equally important.
Last, numerical taxonomy. It is a form of computer-assisted taxonomy. അടുത്ത പറയാൻ പോകുന്നത് the 5 kingdoms. Conventionally, all living organisms were classified under plant and animal kingdoms. Certain unicellular organisms like bacteria and fungi were earlier classified under the plant kingdom, but over the last few decades, taxonomists have opposed this. Resultantly, there have been constant endeavors to reorganize the system of classification. Accordingly, in 1969, R.H. Whitaker classified all living organisms into 5 main kingdoms of Monera (true bacteria), blue-green algae, Protista (golden algae, yellow-green algae), fungi (slim molds, bread molds, sac fungi), plant (plants), and animale (animals). ഇത്രേ ഉള്ളൂ ദ 5 കിങ്ഡംസ്. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് പ്രൊക്കാരിയോട്സ് ആൻഡ് യൂക്കാരിയോട്സ്. അതിന് മുന്നേ നമുക്കൊരു കാര്യം പറയാനുണ്ട്. ആന്റിബയോട്ടിക്സ് ഞാൻ നേരത്തെ 2 പ്രാവശ്യം വായിച്ചിരുന്നു. അതിന്റെ ബാലൻസ് ഭാഗം കുറച്ചും കൂടി ഉണ്ട്. അത് ഇപ്പൊ ഈ പേജിന്റെ അകത്താണ് വരുന്നത്. ഇതാണ് ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ ബാലൻസ് ഭാഗമാണ്. നമ്മളത് കണ്ടില്ല. അത് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഈ ഭാഗത്ത് കൊടുത്തേക്കുന്നത്. പോരാത്തതിന് ഒരു എന്താ പറയാ, പേജ് അത്ര ക്ലിയർ അല്ലാത്ത ഒരവസ്ഥയും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി പറയും എന്തായാലും, അല്ലാതെ ശരിയാവില്ല. നമ്മൾ കാണാത്തതുകൊണ്ടാണ് നമ്മൾ ഉള്ള ഭാഗം പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇതാണ് ലാസ്റ്റ് സെന്റൻസ് വരുന്നത് ആന്റിബയോട്ടിക്സിന്റെ. അപ്പൊ നമുക്ക് ഇപ്പൊ പറഞ്ഞ ടോപ്പിക്ക് പറയാം. ദയവേത് ക്ഷമിക്കുക, നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കാണാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് വായിച്ചു പോവായിരുന്നു. ഇപ്പൊ രണ്ടാമതും പറയേണ്ട അവസ്ഥയായി. മൂന്നാമതും പറയേണ്ട അവസ്ഥയായി. ഇടയായിട്ട് ഈ ബുക്കിലെ മൊത്തം എക്സ്പ്ലനേഷനൊക്കെ പല സ്ഥലത്തായിട്ടാണ് കിടക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. അപ്പൊ നമുക്കത് പരമാവധി ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കാം. ഈ പ്രൊക്കാരിയോട്സ് ആൻഡ് യൂക്കാരിയോട്സ്. All cellular organisms, as per Margulis and Stewart's, fall into the groups of prokaryotes and eukaryotes. In prokaryotes, pro before karyon nucleus, the DNA is not enclosed by nuclear membranes, but lies free in the cytoplasm. Therefore, the cell lacks true nuclei. The cells of eukaryotes (EU) true, however, contain nuclei. Figure 1.2a shows some of the chief characteristics of all kingdoms and a 5 kingdom classification of living organisms. Viruses (as shown) have a very simple non-cellular structure and cannot exist independently of other organisms. Thus, they do not fit neatly into any classification. The eukaryotes have evolved from prokaryotes. Figure 1.2b shows the evolutionary relationships between the 5 kingdoms. എന്താ പറയാ, ഒരു ഫിഗറാണ് കൊടുത്തേക്കുന്നത്. Figure 1.2 classification of living organisms. A living organisms, prokaryote, eukaryote, viruses non-cellular, prokaryote, eukaryote, virus non-cellular, prokaryote. Prokaryotes, bacteria and cyanobacteria, blue-green bacteria, autotrophic or heterotrophic,
motile or non motile ബ്രാക്കറ്റിൽ മൊണീറ. യൂക്കാരിയോട്ടെ protista, organisms resembling the ancestors of plants, animals and fungi, include algae, protozoas, slimy molds, umicodes bracket early fungi. Fungi heterotrophic, non-motile, food is digested outside the body and products of digestion absorbed. Plants autotrophic, non-motile. Animalia, animals heterotrophic, motile, food is ingested bracketly taken into the body before digestion. Animals heterotrophic, motile, food is ingested bracketly taken into the body before digestion. At predominantly uncellular, predominantly multicellular and derived from protista bracketly protostista. അടുത്തത് സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ ദയവ് ക്ഷമിക്കുക. ബി photosynthetic bacteria. Prokaryote bracket monera. Eukaryotes photosynthetic algae, protista, plant, animalia, fungi. Unicellular, multicellular. Figure 1.2 classification of living organisms. ഇതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഇതില് പ്രൊക്കാരിയോട്ടെ, യൂക്കാരിയോട്ടെ, വൈറസ് ബ്രാക്കറ്റ് നോൺ സെല്ലുലാർ, പ്രിഡോമിനന്റ്ലി അൺസെല്ലുലാർ, പിന്നെ പ്രിഡോമിനന്റ്ലി മൾട്ടിസെല്ലുലാർ ആൻഡ് ഡെറൈവ്ഡ് ഫ്രം പ്രോട്ടിസ്റ്റ, പിന്നെ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ, പ്രൊക്കാരിയോട്ട ബ്രാക്കറ്റ് മൊണീറ, ഫോട്ടോസിന്തറ്റിക് ഓൾഗെ, പ്രോട്ടിസ്റ്റ, പ്ലാന്റ്, അനിമേലിയ, ഫുംഗി. യൂണിസെല്ലുലാർ, മൾട്ടിസെല്ലുലാർ, ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്നത്. ഫിഗർ 1.2 ക്ലാസിഫിക്കേഷൻ ലിവിങ് ഓർഗാനിക്സ്. ഇനി നമുക്ക് ആന്റിബയോട്ടിക്സ് നോക്കാം. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ വിഭാഗം. ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവിങ് ഓർഗാനിക്സ് ഫിഗർ 1.2. ഇപ്പൊ ആന്റിബയോട്ടിക്സ് നമ്മൾ ഒരിക്കൽ കൂടി പറയണം. അപ്പൊ ഇതിന്റെ ബാലൻസ് ഭാഗത്ത് ക്ലിയർ അല്ല, നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പൊ നമ്മൾ വായിക്കുന്നത് തെറ്റ് വരും. അതുകൂടാണ്ടും ടഫായിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉണ്ട്, അപ്പൊ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ദയവേത് എന്താ പറയാ, ക്ഷമിക്കുക. അതെടുത്ത് പറയണമെന്ന് വെച്ചാൽ ശരിയാവില്ല. കാരണം നമ്മള് ഒരു പക്ഷെ യാതൊരു റിലേഷൻ ഇല്ലാത്ത രീതിയിലായിരിക്കും ചിലപ്പോ വേർഡ്സുകൾ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് എടുത്തെടുത്ത് ടോപ്പിക്സ് പറയണതിന്റെ ഒപ്പം തന്നെ പറയുന്നത്. പിന്നെ നമ്മൾ ആവർത്തിച്ച് പറയുന്നത് വെച്ചാൽ അത്രയും പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ്, അത് മനസ്സിലാക്കാൻ വേണ്ടി പറയണമെന്നുള്ളൂ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ സാധാരണ നല്ല വേർഡ്സ് ആണ്, അധികം ടഫ് ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ പിന്നെ വരുന്നതിൽ ഒരു പ്രത്യേകതരം വേർഡ്സ് ഒക്കെയാണ് വരുന്നത് അടുത്ത പേജിലേക്ക് നിൽക്കുന്ന ഇതിന്റെ ബാലൻസ് ഭാഗത്ത്. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിക്ക് പറഞ്ഞു പോകുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ പറയുന്നത് ഒഴിവാക്കാം, പക്ഷെ അങ്ങനെ ഒഴിവാക്കി നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റുന്ന തെറ്റുകൾ നമ്മൾ പറഞ്ഞു പോകുന്നതായിരിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു തൃപ്തികരമായിട്ടുള്ള അവസ്ഥ. അല്ലെങ്കിൽ പിന്നെ തെറ്റായ കമന്റ്സ് ഒക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ രീതിയിലൊക്കെ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ദയവേത് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ തെറ്റുകൾ വരുന്നതുകൊണ്ട് നമ്മൾ അതേ സ്പോട്ടിൽ ക്ഷമിക്കണം എന്ന് ഒരുപാട് വട്ടം പറഞ്ഞു പോകുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ തെറ്റായിട്ടുള്ള വായിച്ച് നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ ചൊല്ലി നേരെ അതൊക്കെ കമന്റിൽ എന്താ പറയാ ടൈപ്പ് ചെയ്ത് വരും. അപ്പൊ നമ്മളത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുന്നു, അത്രേ ഉള്ളൂ. അതിനു വേണ്ടി പറയുന്നതാണ്. ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഞാൻ ഇപ്പൊ ഈ വീഡിയോനെ മാത്രമല്ല, ഞാൻ ജസ്റ്റ് കുറച്ച് പേരോട് പറയണമെന്നുള്ളൂ.
റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നിങ്ങൾ അതിനും കൂടി എന്നോട് ദയവേത് ക്ഷമിക്കണം എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് അറിയിക്കണം. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്നുള്ളൊരു ഉദ്ദേശം എനിക്കുള്ളൂ. ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പറ്റാവുന്ന രീതി നമ്മൾ പറയണം. നമ്മുടെ ടൈം അനുസരിച്ച് നമ്മൾ കുറച്ചൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. എന്നാലും ആ രീതിക്ക് അങ്ങ് നമ്മൾ പറഞ്ഞു പോകുന്നു മാത്രം. നിങ്ങളുടെ കംഫർട്ടബിൾ നോക്കിയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ പറയുന്നതായിരിക്കും കൂടുതൽ സൗകര്യം. അതുകൊണ്ടാണ് നമ്മൾ ഇതേ രീതിയിൽ പറഞ്ഞു പോകുന്നത് എല്ലാ കാര്യങ്ങളും. നമ്മുടെ ഏറെക്കുറെ എല്ലാ വീഡിയോസും ഓരോ രീതിയിലാണ് നമ്മൾ ചെയ്തു പോയേക്കുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പ്രത്യേകം എടുത്തു പറയാറുണ്ട്. അത് ചിലപ്പോൾ എല്ലാവർക്കും താല്പര്യമാണെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് ആവർത്തിക്കാൻ കാരണം. നമ്മൾ പല കാര്യങ്ങളും എന്താ പറയാ, സോറി പറയുന്നതും എല്ലാം അത്യാവശ്യം നല്ല പ്രാധാന്യമായിട്ട് തന്നെ വീഡിയോ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയാം. പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിക്കുറക്കാം. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു കാരണത്തിനെ കുറിച്ച് വിശകലനം ചെയ്തത്. ഞാൻ അധികം പറഞ്ഞ് വലിച്ചു നീട്ടി പോകുന്നില്ല. ആന്റിബയോട്ടിക്സ് പറയാം. ആന്റിബയോട്ടിക്സ് ബ്രാക്കറ്റിൽ ഗ്രീക്ക് ആന്റി എഗെയിൻസ്റ്റ് ബയോസ് ലൈഫ് are chemical compounds used to kill or inhibit the growth of infectious organisms. Antibiotics refers to antibacterials, but as the term is loosely defined, these compounds are preferably ശരിയാവില്ല, നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി പോവുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയണത് ആന്റിബയോട്ടിക്സ് ബ്രാക്കറ്റിൽ ഗ്രീക്ക് ആന്റി അഗെയിൻസ്റ്റ് ബയോസ് ലൈഫ് ആർ കെമിക്കൽ കോമ്പൗണ്ട്സ് യൂസ്ഡ് ടു കിൽ ഓർ ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ഇൻഫെക്ഷ്യസ് ഓർഗാനിസംസ്. Antibiotic refers to antibacterials, but as the term is loosely defined, these compounds are preferably specified as being anti-malarials, antivirals, or anti-protozoals. All antibiotics share the property of selective toxicity, more toxic to an invading organism than they are to an animal or human host. Penicillin is the most well-known antibiotic and has been used to fight diseases like syphilis, gonorrhea, tetanus, and scarlet fever. Then streptomycin has been used to combat tuberculosis. In the 9th century, French chemist Louis Pasteur became the maiden observer to discover that certain saprophytic bacteria could kill anthrax basely. ഇത്രയാണ് ആന്റിബയോട്ടിക്സിൽ വരുന്നത്. നമുക്കത് വായിച്ചതിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞത് കണ്ടില്ലേ, ലൈക്ക് സൈക്കിൾസ് എന്നാണ് ഞാൻ വായിച്ചേക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് എന്താ പറയാ, പേജിൽ ചുളുക്ക് പോലെ ഉണ്ട്. അത് കാരണം നമുക്ക് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ദയവേത് എന്താ പറയാ, അഡ്ജസ്റ്റ് ചെയ്യുക, സഹകരിക്കുക. പറ്റാവുന്ന പോലെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകതരം വേർഡ്സ് ഒക്കെയാണ് ഇതിൽ വരുന്നത് മുകൾ ഭാഗത്ത്. അതുകൊണ്ടാണ് സ്പെല്ലിങ്ങിനെ കുറിച്ച് എടുത്തു പറയാൻ കാരണം. GONORRHOEAE എന്നൊക്കെ ഉള്ളത് ഞാൻ ഇതുവരെ കേൾക്കാത്ത വേർഡ്സ് ആണ്. അപ്പൊ എന്തായാലും ആന്റിബയോട്ടിക്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിക് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ബാക്ടീരിയൻ ഡിസീസ് എന്നുള്ളത്. The role of bacteria in a disease, bracket anthrax, was first proved by German bacteriologist Robert Koch in 1876 and was confirmed by Louis Pasteur
meticulously developed techniques used today in culturing bacteria for study and net down rules still used for proving that a given infection is caused by particular bacteria. സോറി, ഫാൻ്റെ കാര്യത്തിൽ പേജ് പറഞ്ഞു പോയാണ്. നമ്മൾ ഒരിക്കൽ കൂടി പറയാണ്. ബാക്ടീരിയ ഇൻ ഡിസീസ്. The role of bacteria in a disease (anthrax) was first proved by German bacteriologist Robert Koch in 1876 and was confirmed by Louis Pasteur. Koch meticulously developed techniques used today in culturing bacteria for study and set down rules still used for proving that a given infection is caused by particular bacteria, the pathogenic bacteria. These rules called Koch's postulates. May be summarized. The bacteria must be present in the infected tissue in every case of the infection. They must be isolated in pure culture on an artificial medium. Inoculation of this culture into experimental animals must cause a similar disease, and the organisms must be recovered from the infected tissue. About 10 years before Koch isolated anthrax, Joseph later virtually eliminated wound infections by soaking bandages in carbonic acid. This was the start of modern aseptic surgical techniques. Following Koch's initial discovery, medical scientists raced to identify other pathogens. Pasteur, however, devoted himself to developing vaccines, materials made from specially treated organisms and inoculated into humans and other animals to develop immunity to a specific infectious disease. Studies of the response of the body's defense mechanisms to bacteria later gave rise to the field of immunology. Immunology is thus inseparable from bacteriology, although strictly speaking, it is a branch of medicine. ഇനി നമുക്ക് പറയാനുള്ള ടേബിൾ 1.3 റെഡ് മാപ്പിൾ ക്ലാസിഫിക്കേഷൻ. ഇതിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ട് ക്ഷമ ചോദിക്കണം, കാരണം അല്ലെങ്കിൽ ശരിയാവില്ല. പ്രത്യേകതരം വേർഡ്സ് ഒക്കെ വരുന്നുണ്ട് ചില ഭാഗത്തൊക്കെ. ഇതൊക്കെ നമ്മൾ സ്പോട്ടിൽ തന്നെ പറഞ്ഞോണായിരിക്കും എല്ലാം കൊണ്ടും നല്ലത്. അല്ലെങ്കിൽ പിന്നെ കോൺസിക്വൻസസ് ഒക്കെ നേരിടേണ്ടി വരും കമന്റ്സ് ഒക്കെ ആയിട്ട്. ഇതുണ്ടല്ലേ സബ് ക്ലാസ് എന്നുള്ള കൊടുത്ത് നോക്ക്. നെയിം എന്ന് പറഞ്ഞേക്കുന്നത് ഡിക്കോ ടൈലഡോ നെയ്. ഇതിങ്ങനെയാണ് വായിക്കണമെന്ന് എനിക്കറിയില്ല. പ്രത്യേകതരം വേർഡ്സ് ആണ്. ഒരുപാട് ടഫ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം ടഫുള്ള വേർഡ്സ് എന്ന് പറയാം. ചിലത് നോർമലായിട്ടുള്ള വേർഡ്സും ഉണ്ട്. എന്തായാലും നമുക്ക് പറയാം. ടേബിൾ 1.3 റെഡ് മാപ്പിൾ ക്ലാസിഫിക്കേഷൻ. കാറ്റഗറി നെയിം ക്യാരക്ടറിസ്റ്റിക്സ്. Kingdom plant organisms with rigid cell walls and those that possess chlorophyll too. Subkingdom Embryophyta, plants forming embryos. Phylum Tracheophyta, vascular plants. Subphylum Petrophytina, large conspicuous leaves, complex vascular system. Class
spermae, flowering plants, seed enclosed in ovary. Subclass Dicotyledonei. Embryo with 2 seed leaves. Order Sapindices. Soberry order consisting of a number of trees and shrubs. Family Aceraceae. സോറി കേട്ടോ, അത് തെറ്റ് വരാൻ സാധ്യതയുണ്ട് നമ്മൾ വായിക്കുന്നത്. ഫാമിലി Aceraceae. മാപ്പിൾ ഫാമിലി. ജീനസ് Acer. ലാസ്റ്റ് സ്പീസീസ് റുബ്രം റെഡ് മാപ്പിൾ. ഇതോടുകൂടി ടേബിൾ 1.3 റെഡ് മാപ്പിൾ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വളരെ ടഫുള്ള വേർഡ്സ് ഉണ്ട്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നിരുന്നു. വേർഡ്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണല്ലാണ്. ഓർഡർ എന്നുള്ളടത്ത് നെയിം, അതുപോലെ തന്നെ സബ് ക്ലാസ് എന്നുള്ളടത്ത് നെയിം, പിന്നെ ഫാമിലിയിലെ നെയിം, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോവുക ഈ വേർഡ്സ് ഒക്കെ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ, നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയാം. അത് നമ്മൾ പഴയ പോലെ തന്നെ ആ മെത്തേഡ് ഫോളോ ചെയ്യണം. നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുന്നുള്ള ടോപ്പിക്സ് നമ്മൾ പറയില്ല. നമ്മളെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം ജനറൽ സയൻസ് ബയോളജിയാണ് നമ്മളെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ബാക്ടീരിയ, ഡിസ്ട്രക്ഷൻ ഓഫ് ബാക്ടീരിയ, പിന്നെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഇൻ ബാക്ടീരിയോളജി, പ്ലാസ്മിഡ്സ്, ഇമ്പോർട്ടൻസ് ഓഫ് ബാക്ടീരിയ, harmful bacteria, the structure of bacteria. ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം ജനറൽ സയൻസ് ബയോളജി കേട്ടോ, മറക്കരുത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. സ്പെഷ്യലി സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് കുറെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് പ്രത്യേകമായിട്ട് എടുത്ത് പറയണം. പിന്നെ നമുക്ക് പറയാനുള്ളത് ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഇതും നിങ്ങൾ മനസ്സിൽ വെക്കുക. പിന്നെ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യും, സോങ്സ് മിക്സ് ചെയ്തിട്ട് നമ്മൾ എഫക്ട്സ് ഒക്കെ കൊടുത്ത് നമ്മൾ എഡിറ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ കോൺസെൻട്രേഷൻ എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് ഒരിക്കൽ കൂടി ക്ഷമിക്കുക. നമുക്ക് എഡിറ്റിംഗ് ഒഴിവാക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിക്ക് ചെയ്തു പോകുന്നത്. കുറെ എഡിറ്റിംഗും ഒഴിവാക്കുന്നുണ്ട്, എന്നാലും ചിലപ്പോഴൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് എടുക്കണമെന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് CCT എക്സാമിന് നല്ല രീതിയിൽ ഉപകരിക്കുമെന്നും കൂടി ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.